ഈ ഇതിൻ്റെ സമരത്തിൻ്റെ രൂപം ഇങ്ങനെ മാറി മാറി വരിക, അത് അധികാരികൾ ശ്രദ്ധിക്കണം. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും പിടിക്കാൻ പറ്റാത്ത രീതിയിലൊരു കയ്യിൽ നിന്ന് പോകും. തീർച്ചയായിട്ടും. പ്രധാനമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു INTUC സമരത്തിലുണ്ട്, STU ഉണ്ട്, ഇടതുപക്ഷത്തുള്ള CPI സംഘടനയും ഉണ്ട് അല്ലേ? സതീശൻ എന്നുള്ള അറസ്റ്റ് എന്ന് പറഞ്ഞാലും CPM മാത്രമാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. വലിയ വില കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഭാവിയിൽ ഇനിയിപ്പോ കോർപ്പറേഷൻ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്നത് വരെ സമരം ചെയ്യാന്നാണോ? അല്ല, ഇനിയിപ്പോൾ അവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ ഇനി അവരെ ഒഴിപ്പിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. നോട്ടീസ് കൊടുത്തിട്ടുണ്ട് സർ? ആ നോട്ടീസ് ഇപ്പം കൊടുത്ത ലാസ്റ്റത്തെ നോട്ടീസ് ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അളവല്ലാത്ത സ്ഥലമല്ലാത്ത പുറമെ മറ്റ് സ്ഥലങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പോൾ അവസാനത്തെ നോട്ടീസ് കൊടുത്തത്. അല്ലാതെ ഇവിടുന്ന് ഒഴി പോകണം എന്നൊന്നും പറഞ്ഞിട്ടല്ല. അതങ്ങനെ തന്നെ നോട്ടീസ് കൊടുത്താൽ അത് കോടതിയിലേക്ക് പോകുന്നു, അവർക്കും അറിയാം ഇവർക്കും അറിയാം. അതുകൊണ്ട് ഒരു തന്ത്രപൂർവമായിട്ടുള്ള അതെ, ഇവിടെ വേണോ വേറെ വേണോ എന്നല്ലേ. അത് ശരി. ഓക്കെ. എന്തായാലും പാളയത്തിന്റെ ഭാവി എന്താന്നുള്ളത് നമുക്ക് വരുന്ന നാളുകളിൽ കാണാം. ഈ നൈറ്റ് ലൈഫിന്റെ ഇഷ്യൂ ഇതുപോലെ വ്യാപാരികൾക്ക് വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണല്ലോ. അതായത് ഇരിങ്ങാടൻപള്ളിയിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 10-36 കുട്ടികളാണ്. അതായത് പഴയ കച്ചവടക്കാരോ ഒന്നുമല്ല, അവരൊക്കെ ഡിഗ്രിയൊക്കെ എടുത്ത് ചില ബിടെക് ബിരുദധാരികളുണ്ട് അതിൻ്റെ അകത്ത്. അവർ സ്വയം തൊഴിൽ കണ്ടെത്തിയ രീതിയിൽ പുതിയൊരു ഭക്ഷണ രീതി തന്നെയാണ് ഇവിടെ കിട്ടുന്ന. നമ്മൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വരുന്നത് ACP ആയിട്ട് സംസാരിച്ചിട്ട് ആ വിഷയത്തിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ അവിടെ വരുന്നതെന്ന്. അതൊക്കെ ബാലിശ്യമായ ചോദ്യമല്ലേ. ആളുകൾക്ക് വേണ്ടത് അവിടെ ആ ഏരിയയിൽ കിട്ടുന്ന ഭക്ഷണം കോഴിക്കോട് അങ്ങാടിയിൽ കിട്ടാത്ത ഭക്ഷണങ്ങളുണ്ട് പലതും. പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ അങ്ങോട്ടാണ് പോകണമെന്ന് പറയുന്നത്. അവിടെ പ്രത്യേകത അതും ആ വൈബും അതെങ്ങനെ അവിടെ എത്തി എന്ന് പറഞ്ഞാൽ, ഇരിങ്ങാടൻപള്ളിയിൽ ആ പുതിയ റോഡ് വന്നപ്പം അതിൻ്റെ 2 ഭാഗവും ഒഴിഞ്ഞെടുക്കുക. ഇരുട്ടായി കിടക്കുന്ന ഒരു സ്ഥലം, രാത്രി അതിലെ പോകാൻ പേടിക്കുന്നൊരു സ്ഥലം. ഇപ്പൊ മുഴുവൻ ആ കച്ചവടക്കാർ വന്ന് വെളിച്ചാക്കി മാറ്റിയപ്പോൾ അവിടെ ചില ആളുകൾക്ക് അത് പറ്റുന്നില്ല. നാട്ടുകാരിൽ ചില ആളുകൾ. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ ഈ മുൻഭാഗത്ത് ഭൂമിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുത്തന് അവിടെ 2 സെൻറ്റ് സ്ഥലം വാടകയ്ക്കെടുത്തത് 58,000 രൂപയ്ക്കാണ്. അവിടെ നിന്നിട്ട് അവരത് അതിനകത്ത് വെച്ച് കെട്ടി അതിൻ്റേതായ ശൈലിയിലുണ്ടാക്കി ആളുകളെ ആകർഷിക്കാനുള്ള രീതിയിൽ വന്ന് അവിടെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ അവിടെ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ലഹരിക്കെതിരെ, അതാണ് അവിടെ എടുത്തിട്ട് പ്രയോഗിച്ച് നമ്പർ. അവിടുത്തെ ഒരു കച്ചവട സ്ഥാപനത്തിൽ നിന്നും ലഹരി പിടിച്ചിട്ടില്ല. ഒരു കച്ചവട സ്ഥാപനത്തിലും ലഹരി ഉപയോഗിക്കുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല. ആളുകൾ ഉണ്ടാവാം, ലഹരി ഇല്ല എന്നൊന്നും പറയുന്നില്ല, എല്ലായിടത്തും ഉണ്ട്. അവിടെ പ്രത്യേകിച്ചുണ്ടാവും. കാരണം വിദ്യാർത്ഥികളാണ് അവിടുത്തെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ. ലോ കോളേജിലെ വിദ്യാർത്ഥികൾ, മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ, NIT വിദ്യാർത്ഥികൾ, ഇവരൊക്കെയാണ് രാത്രി അങ്ങോട്ട് വരുന്നത്. എത്താൻ എളുപ്പമാണ്, നല്ല റോഡും ഉണ്ട്, സൗകര്യമുണ്ട്. അപ്പോൾ ഇപ്പോഴും മറ്റേ ACP പറഞ്ഞത്, അവരവിടെ പുറത്തിരുന്നിട്ട് സാറേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കച്ചവടക്കാരൻ്റെ അകത്ത് വന്ന് ഓല് ചായ കുടിച്ച് ചിലപ്പോൾ റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ സംസാരിച്ചിരിക്കും. നൈറ്റ് ബൈബല്ലേ, അത് ആഘോഷിക്കൂ. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു പ്രദേശത്ത് ലോ ആൻഡ് ഓർഡർ ഉണ്ടായാൽ സമയം പിന്നെ ഇത് നിയന്ത്രിക്കാൻ പോലീസിന് അധികാരമുണ്ടെന്നാണ് പറഞ്ഞത്. എത്ര കാലം അത് ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ 10:30 മണി എന്നുള്ളത് അവർ പറഞ്ഞ, നാട്ടുകാർ പറഞ്ഞൊരു ടൈമാണ്. ആ ടൈമിൽ ഞങ്ങൾ ആദ്യത്തെ ചർച്ചയിൽ ഞങ്ങൾക്ക് അത് പറ്റൂല ഇറങ്ങിപ്പോകുന്നതാണ്. പിന്നെ വിളിച്ച ചർച്ചയിൽ 10:30 എന്നുള്ളിടത്തിൽ അവർ ഉറച്ചു നിൽക്കുമ്പം ഞാനാണ് ആവശ്യപ്പെട്ടത് 10:30 മണിക്ക് കച്ചവടം നിർത്താം, 11 മണിക്ക് അടയ്ക്കാൻ കഴിയും, കുറച്ച് ക്ലീൻ ചെയ്യണ്ടേ. അതിനുള്ള സംവിധാനം അതും 1 മാസത്തേക്ക് എന്നാണ് പറഞ്ഞത്. ആ 1 മാസത്തെ സമയം കഴിഞ്ഞു. ഇപ്പോൾ ചെന്നപ്പോൾ പറയുന്നത് ഇരിങ്ങാടൻപള്ളി തൊട്ടപ്പുറത്തെ പ്രദേശത്തൊരു കൊലപാതകം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഇപ്പം ഞങ്ങൾക്കത്
അങ്ങനെ പെട്ടെന്ന് തുറന്നു കൊടുക്കാൻ പറ്റൂല എന്നുള്ള രീതിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അല്ല, ചുരുക്കി പറഞ്ഞാല് എവിടെയെങ്കിലും ആരെങ്കിലും വന്നിട്ട് ഒരു കഞ്ചാവ് വലിച്ചാൽ അതിന്റെ ഉത്തരവാദി ഇവിടുത്തെ വ്യാപാരി. അതാ ഞാൻ പറഞ്ഞത്, എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ അതിന്റെ ഉത്തരവാദി വ്യാപാരികൾ. ഒക്കെ വ്യാപാരികളുടെ തലയിലേക്ക്. ഞാൻ പറഞ്ഞത് കേരളത്തില് വ്യാപാരികൾ 10:30 അടച്ചാൽ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അവസാനിക്കുമെങ്കിൽ കേരളത്തിൽ ഉടനീളം 10:30 അടയ്ക്കാൻ വ്യാപാരികൾ തയ്യാറാണ്. അത് പറഞ്ഞിട്ട് നമുക്ക് സംസ്ഥാന കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ അതിന് തയ്യാറാണ്. അതിനവർക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ? മയക്കുമരുന്നും സമയവും തമ്മിൽ ബന്ധമില്ല, മയക്കുമരുന്നും വ്യാപാരികളും തമ്മിൽ ബന്ധമില്ല. സത്യമാണ് സാർ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ അനാവശ്യമായ പഴി കേൾക്കേണ്ടി വരികയും നിരന്തരമായി പ്രശ്നങ്ങളും സമരങ്ങളിലും ഏർപ്പെടുകയും ചെയ്യുന്നൊരു ഗതിയാണ്. ഞങ്ങൾ ലൈസൻസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപാരികളുടെ ഒരു ലൈസൻസ് ഒരു ദിവസം തെറ്റിയാൽ 600% പലിശ കോർപ്പറേഷൻ വാങ്ങുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഞാനത് കഴിഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് മുന്നിൽ കിട്ടിയത് രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അങ്ങനെ നടക്കുന്നുണ്ടോ? 600%. ഞാൻ പറഞ്ഞു സാർ അങ്ങനെയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് നവകേരള സദസ്സ് തിരുവനന്തപുരത്തെത്തി ആദ്യം പരിശോധിക്കുന്നത് ഇതായിരിക്കുന്നു. ഒന്ന് ബന്ധപ്പെടാൻ പറഞ്ഞു. ഞാൻ വേണ്ട പേര് കത്തും സംസ്ഥാന കമ്മിറ്റീനെ കൊണ്ട് കൊടുപ്പിച്ചു. അദ്ദേഹം പഠിച്ചു മനസ്സിലാക്കി. ഇപ്പം അദ്ദേഹം അത് വെട്ടിക്കുറച്ചു. ആദ്യത്തെ ഒരു മാസം 10%. 500 ഉണ്ടെങ്കിൽ 550 അടച്ചാൽ മതി. രണ്ടാമത്തെ മാസത്തേക്ക് കിടന്നാൽ 20%. ചെറിയ മാറ്റം ഉണ്ടായി. അത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ട് ഓർഡറായി ഇറക്കിയിട്ടു ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ ഓർഡർ കൊണ്ടുപോകാന്നവരുണ്ട്. എന്തിന്? ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഓർഡർ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് കൂട്ടുന്ന ആളുകൾ കുറയ്ക്കാൻ അതിലൊക്കെ ഓർഡർ വേണം. തീർച്ചയായിട്ടും ഇത് ഉദ്യോഗസ്ഥന്മാരാണ് ഈ പൊതുജനങ്ങളെ ഉപദ്രവിക്കുന്നതിലും വ്യാപാരികളെ ഉപദ്രവിക്കുന്നതിലും. തീർച്ചയായും അഴിമതി എല്ലാ കാലത്തും, ഏത് ഗവൺമെന്റിന്റെ കാലത്തും അല്ലേ? അല്ല, അഴിമതിക്കൊക്കെ ഇപ്പം മാറ്റമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ് അഴിമതി അധികകാലം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഒക്കെ ഓൺലൈനിലേക്ക് വരാമല്ലോ. ഇപ്പം ഞങ്ങൾ ഈ കെ സ്മാർട്ട് എന്ന് പറഞ്ഞ പുതിയ സംവിധാനം വന്നിരിക്കുന്നത്, ഈ തദ്ദേശ കെ സ്മാർട്ട്, അതിൽ നമ്മൾ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി പറഞ്ഞത്, അടുത്ത വർഷം നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് വരേണ്ടി വരില്ല. ഒരു തദ്ദേശ സ്വയംഭരണ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിലിരുന്ന് ഓൺലൈനിൽ ലൈസൻസ് പുതുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് പറയുമോ? ഇപ്പോഴും ഓൺലൈനിൽ നമ്മൾ ലൈസൻസ് പുതുക്കി കഴിഞ്ഞാൽ അത് പാസ്സാക്കണമെങ്കിൽ അതാത് HIമാർ വീണ്ടും അവരെ പോയി കാണേണ്ട അവസ്ഥ ഉണ്ട്. അത് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പം പറഞ്ഞത് ഈ വർഷം കൂടി അത് വേണ്ടി വരും എന്നാണ്. ചിലപ്പം റെക്കോർഡുകൾ പരിശോധിച്ചിട്ട് മാറ്റം വരുത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ആയിരിക്കാം. പക്ഷെ അടുത്ത വർഷം മുതൽ ഇനി അവരേക്ക് പോവേണ്ട സ്ഥിതിയിലേക്ക് എത്തിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അത് നടക്കും എന്നാണ് തോന്നുന്നത്. പക്ഷെ ഡെമോക്രസിയെ എപ്പോഴും ഈ അപകടപ്പെടുത്തുന്നത് ഈ ബ്യൂറോക്രസി തന്നെയാണ് അല്ലേ? തീർച്ചയായും. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് വരുന്ന പാളിച്ചകളും അല്ലെങ്കിൽ അവർക്ക് വരുന്ന വീഴ്ചകളാണ് പല. വ്യാപാരികൾ കഷ്ടപ്പെടുന്നു, പൊതുജനങ്ങൾ കഷ്ടപ്പെടുന്നു, സർക്കാരുകൾ ദുഷ്പേരുണ്ടാവും. അപ്പൊ ബന്ധപ്പെട്ട എല്ലാവരും ആവശ്യമായ ജാഗ്രതയോടുകൂടി അല്ലെ നമ്മുടെ സമൂഹത്തിൽ ചലനങ്ങൾ കാണട്ടെ. ഓരോ വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും തൊഴിലാളികളുടെയും ഒക്കെ സമരത്തെ അവർ ഗൗരവത്തോടെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അതെ, കാണാൻ എന്തായാലും ഒരു പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടന്നാൽ ആളുകൾ വരാൻ മടിക്കൂലേ? ഇപ്പോൾ ഇരിങ്ങാടൻപള്ളി തന്നെ 10:30 വരെ തുറന്നിട്ട് ആളുകൾ അങ്ങോട്ട് വരുന്നില്ല. കാരണം തന്നെ അവിടെ ആ 2 സ്ഥാപനങ്ങൾ അടിച്ചു പൊളിച്ചപ്പോൾ അത് വാർത്തയായി. സത്യത്തിൽ വികസനത്തിനെതിരെ നിൽക്കുന്നത് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഉറപ്പല്ലേ? നാടിന്റെ സമാധാനം. അവിടെ അതിനുശേഷം 8 കച്ചവടക്കാർ ഉപേക്ഷിച്ചു പോയി. ബാക്കിയുള്ള ആളുകൾ പിടിച്ചു നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരവിടെ മുടക്കിയ പണം അതാരെങ്കിലും തിരിച്ചു കൊടുക്കും. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി, അവിടെ ഫേമസ് ആയിട്ടുള്ള 1-2 കടകൾ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യമുണ്ട്. ആരാ വന്ന് വാങ്ങുക? തീർച്ചയായും. ഇന്നലെ ഒരാൾ എന്നോട് വിളിച്ച്, നിങ്ങൾ ആ പ്രശ്നം തീരുമോ? ഞാൻ ചോദിച്ചാൽ എന്തിനാ? ഞങ്ങൾ അവിടെ ഒരു സ്ഥാനം നോക്കിന് അത് മറ്റൊരു കൊടുത്തു ഒഴിവാക്കാനുള്ള പരിപാടിയിലാണ്. ഇവർ പോയി കുടുങ്ങാൻ പോവുക. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആയിട്ട് ഇപ്പം 10:30 വരെ തുറക്കാൻ കഴിയൂ എന്ന രീതിയിൽ തന്നെ വാങ്ങിയാൽ മതി. അവരെ കച്ചവടം 10:30 11 ശേഷമാണ്. അതിനെ വിട്ടുകൊടുക്കേ. അല്ല, അതിനങ്ങോട്ട് വിട്ടുകൊടുക്കേ. അവിടെ ലഹരി ഉണ്ടെങ്കിൽ പോലീസ് പിടിക്കട്ടെ. അവിടെ വേറെ എന്തെങ്കിലും പ്രവർത്തനം നടക്കട്ടെ, പോലീസ് നോക്കട്ടെ.
പോലീസിന് സമയമില്ല എന്നാണ് പറയുന്നത്. 10:30 ശേഷം ഞങ്ങൾക്ക് അവിടെ വന്ന് നിൽക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ പണിയാവൂലേ? എന്താ